എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവനാമത്തിൽ സമാധാനം. ഞാൻ നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത്ത്. ഉണരൂ ക്രിസ്ത്യാനികളെ ഉണരൂ എന്ന യൂട്യൂബ് ചാനലിലേക്കും ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്ക് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്കും എല്ലാ പ്രിയ സഹോദരങ്ങളെയും ദൈവനാമത്തിൽ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. ഞാനിന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന വീഡിയോ ദൈവത്തെ സ്തുതിക്കാൻ അറിയാത്ത സീറോ മലബാർ കത്തോലിക്ക സഭ. ശരിക്കും ഞാൻ ഈ വീഡിയോ ഒരു 2 മാസം മുമ്പ് ചെയ്യാനിരുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയുടെ വിഷയം എന്നുള്ളത് അമൽ നീരദ് സംവിധാനം ചെയ്ത് നടൻ കുഞ്ചാക്കോ ബോബനും നടി ജ്യോതിർമയിയും ചേർന്ന് നിർമ്മിക്കുകയും ചെയ്ത ബോഗൺവില്ല എന്നൊരു സിനിമയെക്കുറിച്ചുള്ളതാണ്. ഈ സിനിമ 2 മാസം മുമ്പ് വളരെയേറെ വിവാദമായ ഒരു സിനിമയാണ്. അതിലെ വിവാദം എന്ന് പറയുന്നത് അതിലെ ഒരു പാട്ടാണ്. ആ പാട്ട് സിനിമയുടെ കഥാഭാഗത്ത് എങ്ങുമില്ല. അത് ആ സിനിമ തീർന്ന ശേഷം അവസാനം ടൈറ്റിൽ കാണിക്കുന്ന ഭാഗത്താണ് ആ പാട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ പാട്ട് റിലീസാകാൻ മുമ്പ് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരുന്നു. ആ വീഡിയോ വൈറലായപ്പോഴാണ് പല ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് കത്തോലിക്ക, സീറോ മലബാർ സഭ എന്നിവിടങ്ങളിൽ നിന്നും ഈ പാട്ട് കർത്താവിനെയും ക്രൈസ്തവ സഭയെയും വളരെയധികം അപമാനിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാവുകയും പല സ്ഥലങ്ങളിലും പരാതി പോവുകയും ചെയ്തു. അതിലൊരു പ്രധാനപ്പെട്ട പരാതിയാണ് സീറോ മലബാർ സഭയുടെ ഒരു നേതാവായ ആൾ സെൻസർ ബോർഡിനും കേന്ദ്രത്തിനും സകലമാന സ്ഥലങ്ങളിലും പരാതി കൊടുത്തു. ഈ പരാതി കൊടുത്തപ്പോൾ ഈ പരാതി പരിശോധിച്ച സെൻസർ ബോർഡുകാർ സിനിമ നന്നായി പരിശോധിച്ച് നോക്കിയപ്പോൾ ആ സിനിമയിൽ ഇവരാരോപിക്കുന്ന പരാതിയുമായി യാതൊരുവിധ പുലബന്ധം പോലും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ പരാതിയെടുത്ത് ചവറ്റുകുപ്പയിൽ എറിഞ്ഞു. ഇവരെ ആരോപണം എന്നുള്ളത് ഈ പാട്ടിൽ എന്താണ് എന്നുള്ളത് അവർ വ്യക്തമായി പറയുന്നില്ല. അവരെ ഏത് രീതിയിലാണ് അവമാനിക്കുന്നു എന്നുള്ളത് വ്യക്തമായി പറയുന്നില്ല. പറയുന്നത് ഈ പാട്ടിൽ അഭിനയിച്ച നടി തോളിൽ കൊമ്പ് വെച്ചുകൊണ്ട് പോകുന്നു, അതിൻ്റെ നടിയുടെ പിറകിൽ മുഖംമൂടി വെച്ച് ചില ആൾക്കാർ നൃത്തം ചെയ്യുന്നു എന്നൊക്കെ വ്യാജമായ ആരോപണമാണ്. മുമ്പ് ട്രാൻസ് എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ആ സിനിമയ്ക്കെതിരെ തങ്ങളുടെ സഭയെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പെന്തക്കോസ്തുകാരും, പിന്നെ ഈശോ എന്നുള്ളൊരു സിനിമ ഇറങ്ങിയപ്പോൾ ആ സിനിമയ്ക്കെതിരെ ഇതേപോലെ കത്തോലിക്ക സഭയിൽ അനേകം പേര് ആ പടത്തിൻ്റെ റിലീസ് തടയുവാൻ അനേകം പേർ ശ്രമിച്ചു. ഒടുവിൽ ആ സിനിമ റിലീസാൻ ചെയ്യാൻ കഴിയാതെ അത് OTTയിലാണ് ആ സിനിമ പ്രദർശിപ്പിച്ചത്. എന്നാൽ ഈശോ എന്നുള്ള സിനിമയ്ക്ക് ശക്തമായ എതിർപ്പ് നിന്ന PC ജോർജ് ഉൾപ്പെടുന്ന ക്രൈസ്തവ വിഭാഗത്തിലെ ആൾക്കാർ, രാഷ്ട്രീയ രംഗത്തുള്ള ആൾക്കാർ ആ സിനിമ കണ്ട് ആ സിനിമയെ അഭിനന്ദിക്കുക കൂടി ചെയ്തു. താൻ പറഞ്ഞത് വെറും വിഡ്ഢിത്തരമാണെന്നും PC ജോർജ് ഒരു പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഞാൻ ഈ വീഡിയോ ഒരു 2 മാസം മുമ്പ് പറയുവാൻ ഇരുന്നതാണ്. കാരണം അന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം എന്നുള്ളത്, ഞാനന്ന് ഈ വിഷയം ഇന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് സിനിമയ്ക്ക് കൊടുക്കുന്ന പ്രൊമോഷനാണെന്ന് പലരും തെറ്റിദ്ധരിക്കും. ഞാൻ സിനിമാക്കാരിൽ നിന്ന് പണം വാങ്ങി വീഡിയോ ചെയ്യുകയാണെന്ന് തെറ്റിദ്ധരിക്കും. മാത്രമല്ല, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം ജനങ്ങളിൽ എത്തുകയുമില്ല. ഈ സിനിമ വിവാദമായപ്പോൾ ഈ സിനിമയുടെ സംവിധായകൻ്റെ ഭാര്യയും ഈ സിനിമയുടെ നായികയും ഈ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളുമായ ജ്യോതിർമയി പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പത്രക്കാരോട് ചോദിച്ചത് ഒരു കാര്യമാണ്. കർത്താവിനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ട് ഇറങ്ങിയതുകൊണ്ട് കർത്താവിൻ്റെ ആൾക്കാർ ആ സിനിമയെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ പാട്ടിനെ സപ്പോർട്ട് ചെയ്യുകയല്ലേ വേണ്ടത്, എന്തുകൊണ്ട് അതിനെ എതിർക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അതിനൊരു മറുപടി ഈ പത്രക്കാരൻ നൽകിയിട്ടില്ല. ഈ സിനിമ വിവാദമാക്കിയ ഒരു കത്തോലിക്ക വിഭാഗമോ സീറോ മലബാർ സഭ ആരും പ്രതികരിച്ചില്ല. മറുപടിയില്ല, ഉത്തരമില്ല. ആ ഉത്തരമാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിനെ സ്തുതിക്കുന്നതിൽ കത്തോലിക്ക സഭ
അല്ലെങ്കിൽ സീറോ മലബാർ കത്തോലിക്ക സഭക്കാർക്ക് എന്താണ് ഇത്ര കുരുപൊട്ടാനുള്ള കാരണം? കത്തോലിക്ക സഭക്കാർക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ അറിയാമോ? കത്തോലിക്ക സഭ അല്ലെങ്കിൽ സീറോ മലബാർ സഭ ആരെയാണ് സ്തുതിക്കുന്നത്? ഈ രണ്ട് ചോദ്യങ്ങളാണ് എനിക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കുവാനുള്ളത്. ഇനി നമുക്ക് ആ പാട്ടിലേക്ക് വരാം. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി, പ്രേമത്തെ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി, പൂങ്കാടും പൂന്തന്നലും പുൽമേടും പൂമാനവും സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. ഈ 3 വരികളാണ് സീറോ മലബാർ കത്തോലിക്ക സഭക്കാരെ ചൊടിപ്പിച്ചത്. ഇതിൽ ബാക്കിയുള്ള വരികളൊക്കെ ഒരു നായിക ആ നായികയുടെ പ്രിയപ്പെട്ടവനെ, ഭർത്താവിനെയോ കാമുകനെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ പ്രകീർത്തിക്കുന്ന ഒരു വരികളാണ്. അവിടെ കർത്താവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ 3 വരികളാണ് ഇവരെ ചൊടിപ്പിച്ചത്. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഈ തെറ്റ് വേദപുസ്തകത്തിൽ എന്ത് പറയുന്നു എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം പരിശോധിക്കേണ്ടത് ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. ഇതിലെ കർത്താവിന് സ്തുതി പറഞ്ഞതാണോ അതോ ഭൂലോകം സൃഷ്ടിച്ചത് കർത്താവ് അല്ലയോ എന്നൊന്നും പരിശോധിച്ച് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അല്ല 1-ാമത്തെ വരി തന്നെ നമുക്ക് അതിന് മറുപടി പറയാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇൻ ദി ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത് എന്നാണ്. ദൈവം ആദിയിൽ സ്വർഗീയ സൃഷ്ടികളെയും ഭൂമിയെയും സൃഷ്ടിച്ചു എന്നാണ് അതെഴുതി കാണുന്നത്. അപ്പം ദൈവം സൃഷ്ടിച്ചതാണ് ഭൂമി എന്ന് അവിടെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം, ബൈബിളിലെ 1-ാമത്തെ പുസ്തകത്തിലെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ബോഗൺവില്ലയിലെ ഈ ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്നുള്ള 1-ാമത്തെ വരി തെറ്റല്ല. ഇനി 2-ാമത്തത് പ്രേമത്തെ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്നുള്ളതാണ്. ഇനി ഒരുപക്ഷെ അത് ആണോ അവരെ കത്തോലിക്കരെ ചൊടിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. പ്രേമത്തെ സൃഷ്ടിച്ചത് കർത്താവല്ലേ? ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള അഗാധമായ ബന്ധത്തെയാണ് പ്രേമം എന്ന് പറയുന്നത്. പ്രണയം കർത്താവല്ലേ സൃഷ്ടിച്ചത്? പ്രിയ സീറോ മലബാർ സഭയെ, അത് നമുക്ക് വേദപുസ്തകത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാമത്തെ വാക്യം മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ആ പ്രേമം ദൈവമാണോ സൃഷ്ടിച്ചതെന്ന് പരിശോധിച്ച് നോക്കാം. അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. ഇനി അടുത്ത് അതിൻ്റെ 24-ാമത്തുള്ള വാക്യം മുതലൊന്ന് വായിക്കാം. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢ നിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലിൽ ഒന്ന് എടുത്ത് അതിന് മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീ ആക്കി. അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്നും അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കയാൽ ഇവൾക്ക് നാരി എന്ന പേരാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇവർ ഏകദേഹമായി തീരും എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു പെണ്ണ് ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അവർ മാനസികമായി അടുപ്പമായി കഴിഞ്ഞാൽ അവൾ അവന് ഭാര്യയാകും എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഈ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള അഗാധ ബന്ധത്തെയാണ് പ്രേമം. അപ്പൊ പ്രേമത്തെ സൃഷ്ടിച്ചത് ദൈവം തന്നെയാണെന്ന് അവിടെ തിരുവെഴുത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഒരു പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് തക്കതായ ഒരു തുണയെ വേണം. ആ തുണയെ ചേർക്കുന്ന ഒരു അവസ്ഥയാണ് പ്രേമം എന്ന് പറയുന്നത്. അപ്പൊ പ്രേമത്തെ സൃഷ്ടിച്ചതും ദൈവം തന്നെയാണ്. ഇനി 3-ാമത്തെ വരിയിലേക്ക് കടന്നു വരാം. പൂങ്കാടും പൂന്തന്നലും പുൽമേടും പൂമാനവും സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്നാണ്. ഇത് തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2 മുതൽ ഇങ്ങോട്ടുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവം 1-ാം ദിവസം എന്ത് സൃഷ്ടിച്ചു?
ദൈവം 2-ാം ദിവസം എന്ത് സൃഷ്ടിച്ചു? ദൈവം 3-ാം ദിവസം എന്ത് സൃഷ്ടിച്ചു? ദൈവം 4-ാം ദിവസം എന്ത് സൃഷ്ടിച്ചു? ദൈവം 5-ാം ദിവസവും 6-ാം ദിവസവും എന്തൊക്കെയാണ് സൃഷ്ടിച്ചത്? ആ സൃഷ്ടിയാണ് ഇവിടെ പാട്ട് എഴുത്തുകാരനായ ഇതിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ഈ പാട്ട് എഴുതിയത് വിനായക് ശശികുമാർ എന്നുള്ള ഒരു ഹൈന്ദവ യുവാവാണ്, ചെറുപ്പക്കാരനാണ്. ഈ ഒരു ഹൈന്ദവനായ ഒരു ചെറുപ്പക്കാരനുണ്ടായ പരിജ്ഞാനം ഒരു കത്തോലിക്ക സഭാ വിശ്വാസിയായ നിങ്ങൾക്കില്ലേ? അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് ആ വരികളെ എഴുതിയിരിക്കുന്നത്. കർത്താവിനെ എത്ര മനോഹരമായാണ് സ്തുതിച്ചിരിക്കുന്നത്. ആ പാട്ട് കേൾക്കുമ്പോൾ, ഈ 3 വരിയിലെ പാട്ടുകൾ കേൾക്കുമ്പോൾ ശരിക്കും ഒരു സങ്കീർത്തനക്കാരൻ എഴുതുമ്പോൾ അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഈ വിനായക് ശശികുമാർ അത്ര മനോഹരമായി ഈ ദൈവത്തെ സ്തുതിച്ചു വർണ്ണിച്ചുകൊണ്ട് എഴുതിയ ഈ സങ്കീർത്തനത്തെ ഇത്രത്തോളം പുച്ഛിക്കുവാൻ, ഇത്രത്തോളം അപമാനിക്കുവാൻ, ഇത്രത്തോളം തരം താഴ്ത്തുവാൻ സീറോ മലബാർ സഭയെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഭൂലോകം സൃഷ്ടിച്ചതും പ്രകൃതിയെ സൃഷ്ടിച്ചതും പ്രേമത്തെ സൃഷ്ടിച്ചതും ദൈവമാണെന്ന് തിരുവെഴുത്ത് തെളിയിക്കുമ്പോൾ, ഇനി അടുത്ത് ഇവരെ ചൊടിപ്പിച്ചത് എന്താണെന്ന് പരിശോധിക്കുമ്പോൾ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞതാണോ ഇവരെ ചൊടിപ്പിച്ചത്? കത്തോലിക്ക സഭ അല്ലെങ്കിൽ സീറോ മലബാർ സഭക്കാർ ശരിക്കും ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ? ഇല്ല എന്ന് തന്നെ പറയാം. കാരണം എനിക്ക് കത്തോലിക്ക സഭയായിട്ട് അധികം അടുപ്പവും ബന്ധവും ഇല്ല എങ്കിലും നമ്മൾ സിനിമകളിലും മറ്റു വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു കത്തോലിക്ക വിശ്വാസി അല്ലെങ്കിൽ സീറോ മലബാർ സഭ വിശ്വാസിയായ ഒരാൾ അവിടുത്തെ സഭയിലെ ഇടയരായി ആയിരിക്കുന്ന ആളിനെ, അല്ലെങ്കിൽ അച്ഛനെ, അല്ലെങ്കിൽ പാതിരിയെ, അല്ലെങ്കിൽ വികാരിയെ കാണുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയും. അപ്പോൾ ആ പാതിരി അല്ലെങ്കിൽ വികാരി അല്ലെങ്കിൽ അച്ഛൻ പറയും, തിരിച്ചു പറയും, എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ശരിക്കും വേദപുസ്തകം പരിശോധിച്ച് നോക്കിയാൽ ഈശോ മിശിഹായെ സ്തുതിക്കുവാൻ വചനമുണ്ടോ? ഈശോ മിശിഹ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്നാണ് അതിനർത്ഥം. അതിന് ഈശോ മിശിഹ എന്ന് അവർ ഇരട്ട പേരിട്ട് വിളിക്കുന്നതാണ്. അതെന്തുമായിക്കോട്ടെ, അവരുടെ സ്വതന്ത്രമായ ഭാഷ, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈശോ മിശിഹ ആരാണ്? ദൈവത്തിൻ്റെ ദാസനാണ്, ദൈവത്താൽ അയക്കപ്പെട്ട ദൈവത്തിൻ്റെ അപ്പോസ്തലനാണ്, ദൈവത്തിൻ്റെ പ്രവാചകനാണ്, ദൈവവചനങ്ങൾ സത്യസന്ധമായി ഉപദേശിക്കുന്നവനാണ്, ദൈവസഭയുടെ, പുതിയ നിയമസഭയുടെ ആദ്യത്തെ ഇടയനാണ്. സുവിശേഷം ആദ്യമായി ലോകത്ത് പ്രചരിപ്പിച്ചത് അല്ലെങ്കിൽ ഉപദേശിച്ചത്, പഠിപ്പിച്ചത് യോഹന്നാനാണ്. ആ യോഹന്നാൻ പറഞ്ഞ സുവിശേഷം ലോകത്ത് തുടർന്ന് പറഞ്ഞത് യേശുക്രിസ്തുവാണ്. അങ്ങനെ ഇരിക്കുന്ന യേശുക്രിസ്തുവിനെ സ്തുതിക്കുവാൻ ദൈവവചനത്തിൽ കൽപ്പനയുണ്ടോ? ഇല്ല. സ്തുതിക്കുവാൻ യോഗ്യൻ ദൈവം മാത്രം. പുതിയ നിയമം പരിശോധിച്ച് നോക്കിയാലും അല്ലെങ്കിൽ പഴയ നിയമം പരിശോധിച്ച് നോക്കിയാലും എവിടെ നോക്കിയാലും സ്തുതി ദൈവത്തിന് മാത്രമാണ്. മാത്രമല്ല, സങ്കീർത്തനക്കാരൻ വ്യക്തമായി പറയുന്നുണ്ട്, സ്തുതിക്ക് യോഗ്യൻ ദൈവം മാത്രമാണ്, യഹോവയായ ദൈവം മാത്രമാണ്. ഇപ്പം തിരുവെഴുത്തിൽ പുതിയ നിയമത്തിലായാലും പഴയ നിയമത്തിലായാലും ന്യായപ്രമാണത്തിൽ ആരും യേശുവിനെ സ്തുതിക്കണമെന്ന് കൽപ്പിച്ചിട്ടില്ല. വരാൻ പോകുന്ന ക്രിസ്തുവിനെ സ്തുതിക്കണമെന്ന് ഏതൊരു കൽപ്പനയുമില്ല. യേശു ക്രിസ്തുവും പറഞ്ഞിട്ടില്ല എന്നെ സ്തുതിക്കണമെന്ന്. യേശു ക്രിസ്തുവിനെ അനുഗമിച്ച ആരും യേശുവിനെ സ്തുതിച്ചിട്ടില്ല. അവർ സ്തുതിച്ചതെല്ലാം ദൈവത്തെ മാത്രമാണ്. നമുക്കൊരു ഭാഗം എടുത്ത് വായിച്ചു നോക്കിയാൽ കുറച്ചുകൂടെ വ്യക്തമാവും. അപ്പോസ്തല പ്രവൃത്തികളിൽ യേശുവിനെ ക്രിസ്തുവിനെ അനുഗമിച്ച അപ്പോസ്തലന്മാർ ആരെയാണ് സ്തുതിച്ചതെന്ന് ഒരു ബൈബിൾ തിരുവെഴുത്ത് വായിച്ചു നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 46-ാമത്തെ വാക്യം എന്ന് വായിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു എന്നാണ് അപ്പോസ്തലന്മാരും എഴുതിയ പ്രവൃത്തികളിൽ വിവരിക്കുന്നത്. ഇവിടെ ആരും യേശുക്രിസ്തുവിനെ സ്തുതിച്ചതായിട്ടോ അല്ലെ യേശുക്രിസ്തുവിനെ സ്തുതിക്കണമെന്നോ കൽപ്പിച്ചിട്ടില്ല. പിന്നെ കത്തോലിക്ക സഭക്കാർ അല്ലെങ്കിൽ സീറോ മലബാർ സഭക്കാർക്ക് ഈശോ മിശിഹയെ സ്തുതിയായിരിക്കുവാൻ കൽപ്പിച്ചത് ആര്? ശരിക്കും ഈ സീറോ മലബാർ സഭയെ അല്ലെങ്കിൽ കത്തോലിക്ക സഭക്കാരെ ചൊടിപ്പിച്ചത് സ്തുതിക്ക് യോഗ്യനായ യഹോവയായ ദൈവത്തെ സ്തുതിച്ചതാണ്. അല്ലെങ്കിൽ
ഭൂലോകം സൃഷ്ടിച്ച, പ്രണയത്തെ സൃഷ്ടിച്ച, പുൽമേടും പൂമാനവും പൂങ്കാടും ഒക്കെ സൃഷ്ടിച്ച ദൈവത്തെ സ്തുതിച്ചതാണ് ഈ കത്തോലിക്ക സഭ അല്ലെങ്കിൽ സീറോ മലബാർ സഭയെ ചൊടിപ്പിച്ചത്. പ്രിയ കത്തോലിക്ക സഭക്കാരെ, നിങ്ങൾ മാനസാന്തരപ്പെടുക. സ്തുതി പിതാവായ ദൈവത്തിന് മാത്രം. നിങ്ങൾ സ്തുതി അർപ്പിക്കുന്ന ഈശോ മസിഹയുടെ ദൈവമായ യഹോവയ്ക്ക് മാത്രമാണ് സ്തുതി. സ്തുതി യേശുക്രിസ്തുവിനല്ല. യേശുക്രിസ്തു ഒരു ക്രിസ്ത്യാനിയുടെ ഗുരുനാഥൻ മാത്രമാണ്, കൂട്ട് സഹോദരൻ മാത്രമാണ്, സഹവിശ്വാസിയാണ്. നമ്മൾ ദൈവ മക്കളാവുമ്പോൾ യേശുക്രിസ്തു ദൈവപുത്രനാവുകയാണ്, നമുക്ക് ഒരു കൂട്ട് സഹോദരൻ മാത്രമാവുകയാണ്. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. അടുത്ത ഒരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ബൈ.